എള്ളെണ്ണയാണ്, നമ്മുടെ നല്ലെണ്ണ. ഇതൊരു 2 ടേബിൾ സ്പൂണുണ്ട്. ഇത് കുറച്ച് കടുക് മസ്റ്റാർഡ്, കടുക് പൊട്ടി നമുക്ക് കുറച്ച് റെഡ് ചില്ലി ഇടാം. കുറച്ച് കറി ലീഫ്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, ചനാദാൽ, പിന്നെ കുറച്ച് പീനട്ട്സ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. എനിക്ക് ഇച്ചിരി കൂടുതലുള്ള ഇഷ്ടമാണ് ഞാൻ കൂടുതൽ. നല്ലപോലെ സോട്ട് ചെയ്യുക. 2-3 കാഷ്നട്ടാണ്. ഒരു 3 ഗ്രീൻ ചില്ലി ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം ചെറുതായിട്ട്. ഇതിൻ്റെ എരിവ് വരെ ഫുൾ സ്ലിറ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി. കടല നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പച്ച പീനട്ടാണ് ചേർത്ത്, റോസ്റ്റഡ് ഒന്നുമല്ല. അപ്പോൾ അത് നല്ലപോലെ മൂക്കണം. ഇത് മൂക്കുമ്പോൾ ഉണ്ടാകുന്ന ചുമന്നതിൻ്റെ ആ വൈറ്റ് കളർ മാറിയിട്ട് റെഡ് കളറിലേക്ക് വന്നു. പിന്നെ ഒരു ചെറിയ സവാളയാണ് ഒനിയൻ. എനിക്കിത് നാരങ്ങയുടെ പുളിയോടുകൂടി ജസ്റ്റ് ഒരു റൈസിനകത്ത് ബൈറ്റ് കിട്ടുമ്പം നല്ല ടേസ്റ്റാണ്. ഒത്തിരി അങ്ങ് വയറുമൊന്നും വേണ്ട, ജസ്റ്റ് സോട്ട് ചെയ്താൽ മതി. ഇത് ഒരു 2 പിഞ്ച് ഇത് വേണം, ടർമറിക് പൗഡർ. അത് ശകലം മതി, ഒത്തിരി കളറായി പോയും വേണ്ട. ഒരു 2 പിഞ്ച് അല്ലെങ്കിൽ ഒരു 3 പിഞ്ച്. ഒത്തിരി കളറായി പോയിട്ട് ഞാൻ മഞ്ഞ കളറി, അതുകൊണ്ട് ഒരു 3 പിഞ്ച് മതിയാവും. ഇപ്പം ആയിട്ടുണ്ട്. ഒത്തിരി ഇതാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു ലെമൺ ആഡ് ചെയ്യുന്നതിനകത്ത് അന്നേരം കട്ട് ചെയ്ത് അന്നേരം പിഴിഞ്ഞെടുത്താൽ മതി. അതിൻ്റെ കയ്പ്പിറങ്ങ് ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഫുൾ ലെമണിൻ്റെ ജ്യൂസ് എടുക്കാം, വലുതാണെങ്കിൽ. ഒത്തിരി അങ്ങ് നമ്മൾ കൂടുതൽ ഇതിനെ സ്ക്യൂസ് ചെയ്ത് അത് ചെയ്യണ്ട, അതിനൊരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് സ്ക്യൂസ് ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം ഓഫ്. നമുക്ക് ലെമൺ ആഡ് ചെയ്യാം. ഇത് വലിയൊരു ലെമൺ ആക്കണം. ഒരു 3/4 ഭാഗം ഞാൻ ഇതിൻ്റെ എടുത്തുള്ളത് ഫുൾ ലെമൺ ജ്യൂസിൻ്റെ. ഒത്തിരി പുളി ആയാലും ഇത് നമുക്ക് കുറച്ച് ഹിങ് ആഡ് ചെയ്യാം. അത് കുറച്ച് മതി, ഒരു 3 പിഞ്ച് കാണും.
നല്ലപോലെ വെക്കണം. ഇപ്പം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ഉപ്പ് ആഡ് ചെയ്ത് വെച്ചാൽ മതിയേ, അല്ലെങ്കിൽ ഇടയ്ക്കാണെങ്കിലും ആ ഒരു കയ്പ്പ് രസം ഫീൽ ചെയ്യും എല്ലാം കൂടെ ആകുമ്പോൾ. ഓൾറെഡി നമ്മൾ യെസ്റ്റർഡേ റൈസ് നമ്മൾ സാൾട്ട് ഇട്ട് കുക്ക് ചെയ്ത് വെച്ചിരുന്നത്. എപ്പോഴും ലെഫ്റ്റ് ഓവർ റൈസാണ് എപ്പോഴും ഇതിന് നല്ലത്. ഇതിന് തന്നെയല്ല, നമ്മുടെ ഫ്രൈഡ് റൈസിനൊക്കെ ആണെങ്കിലും ഒരു ദിവസം മുന്നേ, തലേ ദിവസം നമ്മൾ രാത്രിയിൽ ചോറ് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണം. അല്ലെങ്കിൽ രാവിലെ നമ്മൾ ചോറ് വെച്ച് ഫ്രീസറിൽ വെച്ചൊന്ന് ചില്ല് ചെയ്തെടുക്കുന്നത് എപ്പോഴും നല്ലത്. അതിൻ്റെ ആ ഒരു വിട്ട് നല്ല ഇതായിട്ടിരിക്കുക റൈസ്. ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്ത് ചേർത്തിട്ടുണ്ട്. ഇതാ ചോറാണ്, കുക്ക്ഡ് റൈസാണ്. ഇത് കോലൺ റൈസ്. നമുക്ക് സോനാ മസൂരിയോ കോലൺ റൈസോ ഏതെങ്കിലും വൈറ്റ് റൈസ്, പച്ചരി ആണെങ്കിലും നമുക്ക് എടുക്കാം. ബസ്മതി റൈസ് എടുക്കരുത്, കാരണം അതിനൊരു ഫ്ലേവേർഡ് റൈസ് ആയതുകൊണ്ട് അതൊരു സുഖം വരത്തില്ല. അതിൻ്റെ ആ ഫ്ലേവറും ലെമണിൻ്റെ ഇതും കൂടെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ആവത്തില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ആക്കാം, ഓൺ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഇതെല്ലായിടും നല്ലപോലെ ഇളക്കി ഞാൻ ഇതാക്കി. ഈ ഒരു കളർ മതി. ഇച്ചിരി കൂടെ എല്ലാ കളർ വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിങ്ങനെ ഒത്തിരി മഞ്ഞ കളർ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതിനകത്ത് ഒത്തിരി പീനട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പീനട്ട്സ് ഇതിനകത്ത് ഈ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു രസമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്താലും മതി. കടിക്കുമ്പോൾ ഒരു പ്രത്യേക അതിനൊരു ബൈറ്റ് നമുക്ക് കിട്ടുമ്പോൾ അതൊരു രസമാണ്. നമ്മുടെ ലെമൺ റൈസ് റെഡിയായി. ഇത് നമുക്ക് ടിഫിനായിട്ട് എടുത്തുകൊണ്ട് പോകാനും എളുപ്പമുള്ളൊരു പരിപാടി. കുറച്ച് ചോറ് നമ്മൾ രാത്രി റെഡി ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഇത് വെക്കാം. നമുക്കിത് ഇതിനകത്തേക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം. ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെടും, കാരണം അതിനകത്ത് നമ്മൾ ചേർത്ത ഒനിയനൊക്കെ ഒരു നല്ലൊരു ബൈറ്റ് കിട്ടുമ്പോൾ അതിനൊരു പുളിയും ഒക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം.